അപ്പോൾ ഉണക്കയിലും പച്ചക്കായും വെച്ചിട്ട് ചോറിനെ കൂട്ടി കഴിക്കാൻ പറ്റും നല്ലൊരു കറി ഉണ്ടാക്കിയെടുത്താലോ. പച്ചക്കായ ഇതേപോലെ നീളത്തിൽ എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉണക്കയില മഞ്ഞപ്പൊടി ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 3 അല്ലി കുടമ്പുളി വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ മിക്സിയുടെ ജാർ വെച്ചിട്ട് അരമുറി തേങ്ങ ചുരണ്ടിയത്, അതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അരഞ്ഞു കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായാൽ 6 വെളുത്തുള്ളി ചതച്ചെടുത്ത് അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ വാറ്റിയെടുക്കാം. അതിലേക്ക് പച്ചക്കായ ഇട്ട് കൊടുത്തോളി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് നടുക്ക് കീറിട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുത്തോളി. പിന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളത്തിലിട്ട് വെച്ച കുടമ്പുളി വെള്ളത്തോട് കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉണക്കമീനും കൂടി ഇട്ടിട്ട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തോളി. അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുക്, ഒരു 10ഓളം ചെറുള്ളി, 3 വറ്റമുളക്, കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടുണ്ട് വറുത്തെടുക്കാം. വറവ് കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളി.